അപ്പോൾ ഹാപ്പി ജേണി. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതേ ഞാൻ മിഡുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ പോകണം. ഇന്നാണിപ്പോൾ റോസ്മേരി പോണ ദിവസം. അബുദാബിക്കല്ല ദുബായിക്കാണ് പോകണം. പിന്നെ അവിടെ നിന്ന് അബുദാബിക്ക് പോകണം. അപ്പോൾ അവിടേക്ക് പോകാൻ പോകണം. ഇപ്പോഴത്തെ സമയം 5 മണി കഴിഞ്ഞു. 6 മണിയാകുമ്പോഴേക്ക് ഇറങ്ങണം എന്നാണ് പറഞ്ഞേക്കണത്. അപ്പം പോട്ടെ. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ പഴുകര എത്തിയിട്ടാണ് വീട്ടിലെത്തി. അപ്പോൾ നമ്മുടെ പെട്ടിയും ബാഗൊക്കെ റാപ്പ് ചെയ്യലായിരുന്നു ഇത്ര നേരം പരിപാടി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ പെട്ടികളെല്ലാം ദാ ലോഡായി. റോസ്മേരിക്ക് സന്തോഷമായിരിക്കും ആൽഫ്രഡിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പോണതിൻ്റെ സന്തോഷം. അമ്മയ്ക്കും അപ്പയ്ക്കൊക്കെ വിഷമമായിരിക്കും മോളാദ്യമായിട്ട് നാട് വിട്ട് പുറത്തേക്ക് പോണതിൻ്റെ. നേരെ ഇങ്ങനെ പതുക്കനെ വെളുത്തു വരാം. അപ്പോഴേക്കും കിളികളുടെ ശബ്ദം കേട്ടോ. അപ്പം ഇനി പ്രാർത്ഥിക്കാൻ പോകണ്ടോ, എയർപോർട്ടിലേക്ക് പോകാൻ പോകണേ. സന്തോഷങ്ങൾ വിശദീകരിക്കുകയും സങ്കടങ്ങളിൽ ആശ്വാസം നൽകുകയും ചെയ്യണം. ഞങ്ങൾ ആരെങ്കിലും അങ്ങേ ഉപദ്രവിക്കുകയായ ഞങ്ങളോട് ക്ഷമിക്കണം. പരിസമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പുരാന്റെ വിഷമേ. ആമേൻ. പരിസമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും സമയത്തും തമ്പുരാന്റെ വിഷമേ. ആമേൻ. സന്തോഷാശ്രുവാണ്. നീ കരയണല്ലോ അല്ലേ? അപ്പം ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് ഇറങ്ങാണ്. മനു എയർപോർട്ടിലേക്ക് വേണ്ടില്ല കേട്ടോ, നല്ല ഉറക്കത്തിലാണ്. അപ്പം ഞങ്ങൾ ഇതേ വന്ന് എയർപോർട്ട് എത്താറായി. അപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ഇവളുടെ ആരായിട്ട് വരും? ചേട്ടന്റെ മീൻസ് വല്യപ്പച്ചന്റെ മോന്റെ ഭാര്യയും കൂടി ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോണത്. അപ്പൊ അവര് പിന്നാലെ വരുന്നുണ്ട്. അപ്പൊ അവരെവിടെ വണ്ടി നിർത്തി. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. സന്തോഷത്തിലാണ് എല്ലാവരും. പിന്നെ ഇവിടുന്ന് എയർപോർട്ടിലേക്ക് ഇച്ചിരി ദൂരമുള്ളൂ കേട്ടോ. നമ്മളത് അത്താണി എത്താറായി. സമയം 7 മണി ആവാൻ പോണുള്ളൂ. സൂര്യൻ അവിടെ നിന്ന് ഇങ്ങനെ ഉദിച്ച് വന്നുകൊണ്ടിരിക്കണ്. നല്ല മഞ്ഞും അടിപൊളി ക്ലൈമറ്റ്. കോടമഞ്ഞ് പോലെ എനിക്ക് പുകയണാവോ? അല്ല, അപ്പുറത്ത് സിമെന്റിന്റെ ഇതുണ്ടേ, നല്ല മഞ്ഞ് തന്നെയാ. ലാഭമില്ലെങ്കിൽ ബിസിനസ് ചെയ്യരുത്. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പൊ വണ്ടി പാർക്ക് ചെയ്ത് നേരെ മുകളിലേക്ക് പോകണ്ട. നേരത്തെ എയർപോർട്ടിൽ നല്ല തിരക്കാ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പൊ പോകാൻ എല്ലാവരും റെഡിയായി. കരച്ചിലൊക്കെ കഴിഞ്ഞിരുന്നോ? ഈ ചേച്ചിയാണ് റോസ്മേരിനെ കൊണ്ടുപോണ ചേച്ചി. ഈ ചേച്ചിക്ക് അങ്ങനെ ദുബായിലൊക്കെ പോയി ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. മക്കള് 2 പേര് എല്ലാവരും കൂടിയേ പോണേ കേട്ടോ. അപ്പോൾ ഓക്കെ, ഹാപ്പി ജേണി.
അപ്പോൾ ഹാപ്പി ജേണി. ടാറ്റ. ഞങ്ങൾ വ്യൂവേഴ്സ് ഗാലറിയിലൊന്ന് കയറിയിട്ട് എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം അങ്ങനെ എയർപോർട്ടിൽ വരവും കഴിഞ്ഞു. റോസ്മേരി പോയി. ഞങ്ങളിതാ തിരിച്ചു പോകാൻ പോകണ്ടോ. അപ്പോൾ അങ്ങനെ എയർപോർട്ടോട്ടൊക്കെ കഴിഞ്ഞ് തിരിച്ചിതേ വീട്ടിലെത്തി. ഇനി വീട്ടിൽ കുറച്ച് പണികളുണ്ട്. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കുഞ്ഞു വീഡിയോ ആണെന്നറിയാം. എന്തായാലും ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം കേട്ടോ. ബൈ ബൈ.